പ്രേക്ഷകർക്കും നേരം വൈകുന്നേരത്തിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്, വളരെ സന്തോഷകരമായിട്ടുള്ള ദിവസമാണ്. ഇന്നത്തെ ദിവസം ആരംഭിക്കുന്നത് ലോകകപ്പിൽ അർജന്റീനയുടെ ആദ്യ മത്സരത്തോടു കൂടിയാണ്. അതിൽ മെസ്സിയുടെ ഹാട്രിക് ഉൾപ്പെടെ ഒപ്പം അർജന്റീനയുടെ വിജയവും വലിയ കാത്തിരുന്ന അല്ലെങ്കിൽ സ്വപ്ന തുല്യമായ ഒരു വിജയം നേടിയ ദിവസമാണ്. അതിൻ്റെയൊക്കെ സന്തോഷമുണ്ട്. എനിക്കൊപ്പം എല്ലാ പ്രേക്ഷകർക്കും ആ സന്തോഷം ഉണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും അങ്ങനെ തുടക്കമായിരിക്കുകയാണ് വേൾഡ് കപ്പിൽ അർജന്റീനയുടെ മത്സരങ്ങൾക്ക്. ഒരു കപ്പ് കൂടി എന്ന പ്രതീക്ഷയൊക്കെ സജീവമായിരിക്കുന്ന സമയമാണ്. മെസ്സിയുടെ അതുല്യമായ പെർഫോമൻസ് കാണാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. നമുക്കറിയാം, ഒരിക്കൽ കരിയറിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച താരമാണ്. അതിനുശേഷം മറ്റെല്ലാ ലക്ഷ്യങ്ങളും ഇങ്ങനെ നേടിയെടുക്കുകയാണ്. അത് കരിയറിൻ്റെ അവസാനം എത്തുമ്പോൾ പാരമ്യമില്ലാത്ത തരത്തിലുള്ള പെർഫോമൻസിലേക്ക് അദ്ദേഹം എത്തുന്നു. ഇതൊക്കെയും ഓരോ സാധാരണക്കാരനും നോക്കാനും കാണാനും പഠിക്കാനും ഒക്കെ ഒരുപാടുള്ളതാണ്. നമ്മൾ തീർന്നു എന്ന് കരുതുന്നിടത്ത് നിന്ന് നമുക്ക് എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയും എന്നതിൻ്റെ ഒരു പാഠം കൂടിയാണ്, അല്ലെങ്കിൽ പാഠപുസ്തകം കൂടിയാണ് മെസ്സി. അങ്ങനെ സുന്ദരമായൊരു ദിവസം. ഇനിയിപ്പോൾ വൈകുന്നേരം പോർച്ചുഗലിൻ്റെ കളിയുണ്ട്. ഒരുപാട് പേരുടെ ഒരുപാട് പേർ ആരാധിക്കുന്ന ക്രിസ്ത്യാനോ ഇറങ്ങാൻ പോവുകയാണ്. ക്രിസ്ത്യാനോയ്ക്ക് ഒരു കപ്പുണ്ടാകുമോ, അങ്ങനെയൊക്കെയുള്ള പ്രതീക്ഷകളുമായി നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്ക് ഈ ദിവസം മറ്റ് വാർത്തകളും ഒപ്പം തന്നെ ലോകകപ്പിൻ്റെ വിശേഷങ്ങളും ഒക്കെ കാണാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ആദ്യം പോകുന്നത് ഇന്നത്തെ ഏറ്റവും വലിയൊരു വിവാദ വിഷയമായി മാറിയിരിക്കുന്നത് PM ശ്രീയാണ്. ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ മുതൽ അവരുടെ മുന്നിലുണ്ടായിരുന്ന ഒരു ചോദ്യമാണ് PM ശ്രീയുടെ ഭാവി എന്ത് എന്നത്. നമുക്കറിയാം, രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏറ്റവും വലിയ വിവാദമായ ഒരു വിഷയവും PM ശ്രീ ആയിരുന്നു. മുന്നണിക്കുള്ളിൽ തന്നെ വലിയ വിവാദമായി അത് മാറിയത് ഒക്കെ നമ്മൾ കണ്ടതാണ്. PM ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകും എന്ന ശക്തമായ സന്ദേശം നൽകിയിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ തീരുമാനം ഇന്ന് അറിയിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയിൽ ഇടത് സർക്കാർ ഒപ്പുവെച്ച സാഹചര്യത്തിൽ ഇപ്പോൾ തന്നെ കേരളം അതിൽ പങ്കാളിയാണ് എന്നതാണ് മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പിന്മാറാൻ കഴിയില്ല എന്ന കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നു. കരിക്കുലം നിശ്ചയിക്കുന്നതിലും സ്കൂളുകളെ തെരഞ്ഞെടുക്കുന്നതിലും കേന്ദ്ര ഇടപെടൽ അനുവദിക്കില്ല. ഇതേക്കുറിച്ച് പരിശോധിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി കൺവീനറായ 4-അംഗ സമിതി രൂപീകരിച്ചു എന്ന കാര്യം അദ്ദേഹം പറയുന്നു. ഇവരുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ഇതിന്റെ തുടർ നടപടികൾ എന്നതാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്. PM ശ്രീ വിഷയത്തിൽ ഒപ്പുവെച്ച BJP ഇതര സംസ്ഥാനങ്ങളുമായി കൂടിയാലോചിച്ച് കൂട്ടായ തീരുമാനം എടുക്കും ഈ വിഷയത്തിലെന്നും മുഖ്യമന്ത്രി പറയുകയാണ്. അപ്പോൾ PM ശ്രീ തുടരുമെന്നുറപ്പായിരിക്കുന്നു. അതിൽ ചില കാര്യങ്ങൾ പഠിക്കാൻ ഒരു ഉപസമിതി വരുന്നു. ഒപ്പം കരിക്കുലം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ അനുവദിക്കില്ല എന്ന് പറയുകയാണ്. പക്ഷേ ഇതും വലിയ വിവാദമാകുന്നു. PM ശ്രീ പദ്ധതിയിൽ ഇടത് സർക്കാർ പങ്കാളിയാകുമ്പോൾ അതിനെ എതിർത്ത കോൺഗ്രസ് UDF അധികാരത്തിൽ വരുമ്പോൾ എങ്ങനെ ഈ പദ്ധതിയുടെ ഭാഗമാകും എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനമായി ഉയരുന്നത്. എന്തായാലും അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ PM ശ്രീ പദ്ധതിയിൽ പങ്കാളിയാകാൻ സർക്കാർ നിർബന്ധിതരായിരിക്കുകയാണ് എന്നതാണ് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത്. ഇത് UDFന്റെ താല്പര്യം എന്ന നിലയിലല്ല, അവർ നിർബന്ധിതരായി പോകുന്നു. ഇടത് സർക്കാരാണ് കരാർ ഒപ്പിട്ട് പണം വാങ്ങിയത് എന്നതാണ് മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുന്നത്. ധനകാര്യ വകുപ്പിന്റെ വരെ ക്ലിയറൻസ് വാങ്ങിയാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത്. വിദ്യാഭ്യാസ അവകാശങ്ങൾ ബലി കഴിക്കാതെ പദ്ധതി നടപ്പിലാക്കാനുള്ള വഴിയാണ് ഇപ്പോൾ സർക്കാർ തേടുന്നത് എന്നതാണ് മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നത്. NEP നേരത്തെ തന്നെ കേരളത്തിൽ നടപ്പാക്കി തുടങ്ങിയെന്ന് മുഖ്യമന്ത്രി പറയുന്നു. PM ശ്രീ വിഷയത്തിൽ മന്ത്രിസഭാ അംഗങ്ങളെ പോലും ഇരുട്ടിൽ നിർത്തി ഇടത് സർക്കാർ ഒപ്പിട്ടതിനെയാണ് ഞങ്ങൾ അന്ന് എതിർത്തത് എന്നതാണ് VD സതീശൻ ഇപ്പോൾ വിശദീകരിക്കുന്നത്. കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള 1000 കോടിയിലേറെ രൂപ ഔദാര്യമല്ല, അത് അവകാശമാണ്. വർഗീയ അജണ്ട നടപ്പാക്കാൻ അനുവദിക്കാതെ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറയുന്നു. PM ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്നാവശ്യപ്പെട്ട് ഒരു കത്ത് പോലും മുൻ സർക്കാർ അയച്ചിട്ടില്ല എന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത്. അപ്പോൾ ഇത് തങ്ങളുടെ കാര്യമല്ല, തങ്ങൾ ഇതിന് നിർബന്ധിതരാവുകയാണ്, തങ്ങൾക്കിത് തുടരാതെ മറ്റു മാർഗമില്ല എന്ന ഒരു നിസ്സഹായ അവസ്ഥ അവതരിപ്പിക്കുന്നത് പോലെയാണ് VD സതീശൻ ഇന്ന് PM ശ്രീയിലെ നിലപാട് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പ്രതികരണം ഒന്ന് കേൾക്കാം. PM ശ്രീ പദ്ധതിയെ സംബന്ധിച്ചുള്ള വിശദമായ ഒരു ചർച്ച ചെയ്തു. കഴിഞ്ഞ ഗവൺമെന്റ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കേരള ഗവൺമെന്റ് അതിൽ പങ്കാളിയാണ്. മാത്രമല്ല
99 കോടി രൂപയിലധികം അവിടെ നിന്ന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാങ്ങിച്ചിട്ടുണ്ട്. തടഞ്ഞു വെച്ച പണം തന്നിട്ടുണ്ട്. അതുകൂടാതെ ഒരു 106 കോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചിട്ടുണ്ട്. ഇതാണ് അതിന്റെ കാര്യം. അതിനെ ആശയപരമായി അതിനോടുള്ള എതിർപ്പ് കരിക്കുലം ഫ്രീഡത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടരുത് എന്നതാണ്. 2, ഇത് നടപ്പാക്കുന്ന സ്കൂളുകൾ തിരഞ്ഞെടുക്കാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെന്റിന് നൽകണം എന്നതാണ്. അപ്പോൾ ഒരു കാരണവശാലും കരിക്കുലം സ്വാതന്ത്ര്യത്തിൽ, അത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യത്തിൽ, സംസ്ഥാന സർക്കാരിനുള്ള സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. 2, സ്കൂൾ സെലക്ഷൻ, അത് സംസ്ഥാന സർക്കാർ തന്നെ തീരുമാനിക്കും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ PM ശ്രീ പദ്ധതിയുമായിട്ടുള്ള UDF സർക്കാരിന്റെ ആശയപരമായ നിലപാടുകൾ അറിയിക്കാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ ഷംസുദ്ദീൻ കൺവീനറും മന്ത്രിമാരായ ശ്രീ റോജി M. ജോൺ, ശ്രീ PC വിശ്വനാഥ്, ശ്രീ M. ലിജു എന്നിവർ അംഗങ്ങളുമായിട്ടുള്ള ഒരു കമ്മിറ്റി, മന്ത്രിസഭാ ഉപസമിതിയെ നിയമിച്ചിട്ടുണ്ട്. അവര് റിപ്പോർട്ട് സമർപ്പിക്കും. അപ്പോൾ വീണ്ടും ഒരു മന്ത്രിസഭാ ഉപസമിതി വരികയാണ് PM ശ്രീയെ കുറിച്ച് പഠിക്കുന്നതിനായി. നേരത്തെയും രണ്ടാം പിണറായി സർക്കാരും ഒരു ഉപസമിതി രൂപീകരിച്ചിരുന്നു. എന്താണ് PM ശ്രീ, എന്താണ് ഈ വിവാദം, അവസാനിക്കാത്ത വിവാദം എന്നതുകൂടിയാണ് നമ്മൾ ഇതിനോടൊപ്പം ഒന്നുകൂടി പരിശോധിക്കുന്നത്. 2020 നരേന്ദ്രമോദി സർക്കാർ പ്രഖ്യാപിച്ച വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായുള്ള 2022 സെപ്റ്റംബർ 7 അവതരിപ്പിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ അഥവാ PM ശ്രീ. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യ വികസനമാണ് പ്രധാനമായും ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് എന്നതാണ് കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം. രാജ്യത്തെ 14,500 സർക്കാർ സ്കൂളുകളെ മാതൃകാ സ്ഥാപനങ്ങളായി ഉയർത്തുമെന്നതാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത്. 27,000 കോടി രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയിരിക്കുന്നത്. ഈ പദ്ധതിയിൽ പ്രവേശിക്കുന്നതിനായി സ്കൂളുകൾക്ക് മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. ഓരോ ബ്ലോക്കിലും 2 സ്കൂളുകളാണ് ഈ രീതിയിൽ തെരഞ്ഞെടുക്കുക. എന്തുകൊണ്ട് ഇത് എതിർക്കപ്പെടുന്നു എന്നത് നോക്കിയാൽ, എന്തുകൊണ്ടാണ് കേരളത്തിലും മറ്റ് BJP ഇതര സർക്കാരുകൾ ഉള്ള സംസ്ഥാനങ്ങളിലും ഇത് എതിർക്കപ്പെടുന്നത് എന്നത് നോക്കിയാൽ, പദ്ധതിയിൽ ചേരണമെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രാലയവുമായി ഒരു ധാരണാപത്രത്തിൽ ഒപ്പുവെക്കണം. സംസ്ഥാനം, കേന്ദ്രഭരണ പ്രദേശം, കേന്ദ്രീയ വിദ്യാലയ സംഘടൻ, നവോദയ വിദ്യാലയ സമിതി എന്നിവരാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെക്കേണ്ടത്. തെരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകളുടെ പേരിന് മുൻപായി PM ശ്രീ എന്ന് ചേർക്കണം. ഈ നിബന്ധന കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം മുന്നോട്ട് വെച്ചു. പദ്ധതി അവതരിപ്പിച്ചപ്പോൾ തന്നെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ വിയോജിപ്പ് അറിയിച്ചിരുന്നു. ഡൽഹി, പഞ്ചാബ് സംസ്ഥാനങ്ങളിൽ സമാനമായ പദ്ധതികൾ അന്നത്തെ ആം ആദ്മി പാർട്ടി സർക്കാരുകൾ നടപ്പിലാക്കിയിരുന്നതിനാൽ അവർ പദ്ധതിയിൽ ചേരാനില്ലെന്ന് അറിയിച്ചു. PM ശ്രീ എന്ന് ചേർക്കാൻ കഴിയില്ലെന്ന് പശ്ചിമ ബംഗാൾ അറിയിച്ചിരുന്നു. പിന്നീട് പഞ്ചാബ് പദ്ധതിയിൽ ചേർന്നു. പശ്ചിമ ബംഗാളും തമിഴ്നാടും സുപ്രീം കോടതിയെ സമീപിക്കുകയും ചെയ്തു. അപ്പോൾ ഇത് PM ശ്രീ എന്നുള്ള പേര് ഉപയോഗിക്കണം എന്നതുൾപ്പെടെയുള്ള നിബന്ധനകൾ, ഒപ്പം തന്നെ കരിക്കുലവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ, അതിലൂടെ RSSന് താല്പര്യമനുസരിച്ചുള്ള പാഠ്യപദ്ധതികൾ വരുമെന്നും ആ രീതിയിൽ നമ്മളുടെ പാഠ്യപദ്ധതിയെ സ്വാധീനിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുമെന്നുമൊക്കെയുള്ള വിമർശനങ്ങളാണ് ഇതിനെതിരായി ഉന്നയിച്ചിട്ടുള്ളത്, രാഷ്ട്രീയ വിവാദമായി മാറിയിട്ടുള്ളത്. എന്നിട്ടും എന്തുകൊണ്ടാണ് കഴിഞ്ഞ സർക്കാർ ഈ പദ്ധതിയിൽ ഒപ്പിട്ടത്? PM ശ്രീയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെക്കാനുണ്ടായ സാഹചര്യം അത് ഫണ്ട് കേന്ദ്ര സർക്കാർ പിടിച്ചുവെച്ചതുമായി ബന്ധപ്പെട്ടാണ്. PM ശ്രീയിൽ ഒപ്പുവെക്കാതെ ചില ഫണ്ടുകൾ തരില്ല എന്ന കേന്ദ്ര സർക്കാർ നിർബന്ധം പിടിച്ചപ്പോഴാണ് അത്തരമൊരു ഒപ്പുവെക്കൽ ഉണ്ടായത് എന്നതാണ് അന്നത്തെ സർക്കാർ വിശദീകരിച്ചത്. പക്ഷേ മന്ത്രിസഭ പോലും അറിയാതെയാണ് അന്ന് പദ്ധതിയിൽ സർക്കാർ ഒപ്പിട്ടത്. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി K. വാസുകിയാണ് ഡൽഹിയിൽ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. പദ്ധതിയിൽ ഒപ്പിട്ടതോടെ 1,500 കോടി രൂപയുടെ കേന്ദ്ര ഫണ്ട് കേരളത്തിന് ലഭിക്കും എന്ന സാഹചര്യം ഉണ്ടായി. ധാരണാപത്രത്തിൽ ഒപ്പിടാത്തതിനാൽ ഫണ്ട് തടഞ്ഞുവെച്ചിരിക്കുകയായിരുന്നു. CPIയുടെ എതിർപ്പ് മറികടന്നാണ് ഈ രണ്ടാം പിണറായി സർക്കാർ ഈ തീരുമാനമെടുക്കുന്നത്. LDFO മന്ത്രിസഭയോ ചർച്ച ചെയ്യാത്ത വിഷയം സ്വന്തം നിലയ്ക്ക് നടപ്പാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചതിനെതിരെ മന്ത്രിസഭായോഗത്തിൽ CPI മന്ത്രിമാർ വിയോജിപ്പ് അറിയിച്ചിരുന്നു. മാത്രവുമല്ല, അത് വലിയ രാഷ്ട്രീയ വിവാദമായി പിന്നീട് മാറുകയും ചെയ്തു. അതിനെ തുടർന്ന് സർക്കാർ ഇത് മരവിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. CPIയുടെ എതിർപ്പ് വലിയ ശക്തമായി തുടർന്നു. പരസ്യമായ വാക്പോരിലേക്ക് അത്
പോയി ഒരു ഘട്ടത്തിൽ മുന്നണി CPI മുന്നണി വിടുമോ എന്ന സംശയം വരെ ഉയർന്നു. ഒടുവിൽ CPIയുടെ സമ്മർദ്ദത്തിന് സർക്കാർ വഴങ്ങുകയായിരുന്നു, പദ്ധതി മരവിപ്പിക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഒപ്പം ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഒരു സമിതിയെ നിയോഗിച്ചു. ക്യാപ്റ്റൻ അബൈൻസ് എന്ന കേന്ദ്രത്തിന് വിദ്യാഭ്യാസ വകുപ്പ് ഒരു കത്ത് നൽകി. അത് വ്യക്തമാക്കിക്കൊണ്ട് ഒരു കത്ത് നൽകി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി ഡൽഹിയിൽ നടത്തിയ ചർച്ചയിലും പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകളുണ്ട് എന്ന് ബോധിപ്പിച്ചു എന്ന് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു. ഒക്ടോബർ 29 വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷനായി മന്ത്രിസഭാ ഉപസമിതി രൂപീകരിച്ചു. പക്ഷേ തുടർ നടപടിയൊന്നും ഉണ്ടായില്ല. ക്യാപ്റ്റൻ അബൈൻസ് തെരഞ്ഞെടുപ്പ് വരെയോ എന്ന സംശയം അന്നേ തുടങ്ങിയിരുന്നതാണ്. അതാണ് ഇപ്പോൾ വലിയ വിവാദത്തിലേക്ക് വീണ്ടും എത്തുന്നത്. LDFന് ഭരണം നഷ്ടമായി, UDF സർക്കാർ അധികാരത്തിൽ വരുന്നു. പക്ഷേ കരാർ ഒപ്പിട്ടതുകൊണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോയേ പറ്റുള്ളൂ എന്നതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ ചൂണ്ടിക്കാട്ടുന്നത്. മാത്രവുമല്ല, അതിന്റെ ഭാഗമായ ഫണ്ട് കേരളം വാങ്ങി എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ കഴിഞ്ഞ സർക്കാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് 92 കോടി രൂപയിലധികം വാങ്ങിയെന്ന് മുഖ്യമന്ത്രി പറയുന്നു. അതുകൂടാതെ 106 കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. കരിക്കുലം നിശ്ചയിക്കുന്ന സ്വാതന്ത്ര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടാൻ പാടില്ല എന്നതാണ് UDF സർക്കാരിന്റെ നിലപാട്. പദ്ധതിയിൽ ഏത് സ്കൂളുകളെ ഉൾപ്പെടുത്തണമെന്ന് സർക്കാർ തീരുമാനിക്കും. പദ്ധതിയുമായി ബന്ധപ്പെട്ട ആശയപരമായ നിലപാടുകൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കാൻ വിദ്യാഭ്യാസ മന്ത്രി N ഷംസുദ്ദീൻ കൺവീനറായും മന്ത്രിമാരായ റോജി M ജോൺ, PC വിഷ്ണുനാഥ്, M ലിജു എന്നിവർ അംഗങ്ങളായും മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചുവെന്നും മന്ത്രി പറയുന്നു. ഉപസമിതി ജനങ്ങളെ പറ്റിക്കാൻ എന്നതാണ് PM ശ്രീ വിഷയത്തിൽ ഇപ്പോൾ LDF സർക്കാരിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന വി ശിവൻകുട്ടി പറയുന്നത്. UDF സർക്കാർ ഉപസമിതി രൂപീകരിച്ചത് ജനങ്ങളെ പറ്റിക്കാനാണ്, കേന്ദ്ര സർക്കാരുമായുള്ള അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. കരാറിൽ ഒപ്പുവെക്കുന്ന കാലത്ത് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു വി ശിവൻകുട്ടി. അദ്ദേഹമാണ് ഇപ്പോൾ ഈ ആരോപണം ഉന്നയിക്കുന്നത്. SSK ഫണ്ട് കിട്ടാൻ വേണ്ടിയാണ് PM ശ്രീ കരാറിൽ അന്ന് ഒപ്പുവെച്ചത് എന്നതാണ് അദ്ദേഹം പറയുന്നത്. പദ്ധതിയിൽ സഹകരിക്കാമെന്ന് പറഞ്ഞു, പിന്നീട് പദ്ധതിയിൽ സഹകരിക്കില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. 2 കത്തുകൾ കേന്ദ്രത്തിന് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. കത്ത് കൊടുത്തിട്ടില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത് കളവാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. മാത്രവുമല്ല, PM ശ്രീയുടെ ഫണ്ട് അല്ല വാങ്ങിയത്, SSKയുടെ ഫണ്ടാണ് കേരളം കൈപ്പറ്റിയത്. അതുകൊണ്ട് തന്നെ PM ശ്രീയുടെ ഭാഗമായിട്ടുള്ള പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഫണ്ട് വാങ്ങി എന്ന് പറയുന്നത് കളവാണ് എന്നതുമാണ് വി ശിവൻകുട്ടി ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം PM ശ്രീയും ലേബർ കോഡും നടപ്പാക്കാനുള്ള കരാർ മുഖ്യമന്ത്രി ഒപ്പുവെച്ചിരിക്കുകയാണെന്നും വി ശിവൻകുട്ടി കുറ്റപ്പെടുത്തി. ഒപ്പം PM ശ്രീ പദ്ധതിയിൽ നിന്ന് ഒരു പൈസ പോലും LDF സർക്കാർ വാങ്ങിയിട്ടില്ല എന്ന് പറയുന്ന അന്നത്തെ മന്ത്രി വി ശിവൻകുട്ടി PM ശ്രീയുമായി ബന്ധപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നും SSK ഫണ്ട് വാങ്ങുന്നതിനുള്ള നടപടിയാണ് സ്വീകരിച്ചത് എന്നും പറയുന്നു. ഒപ്പം മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുക കൂടി ചെയ്യുന്നുണ്ട്. PM ശ്രീ ഫണ്ട് വാങ്ങിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞുവെങ്കിൽ അത് വസ്തുതാവിരുദ്ധമാണ്, അത് ഉണ്ട് എങ്കിൽ അത് തെളിയിക്കാൻ വെല്ലുവിളിക്കുന്നു എന്നതാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. SSKയുടെ ഫണ്ട് വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം നമുക്ക് ഉറപ്പായി തരേണ്ട ഫണ്ടാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ രാഷ്ട്രീയം വച്ചുകൊണ്ട് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് കാണിക്കുന്ന രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ അടിസ്ഥാനത്തിൽ SSKയുടെ ഫണ്ട് നമുക്ക് നൽകുന്നില്ല. SSKയുടെ ഫണ്ട് നമുക്ക് നൽകണമെങ്കിൽ ഇപ്പോൾ കുടിശ്ശികയിൽ അവിടെ കൂട്ടിയത് ഏതാണ്ട് ഇപ്പോൾ എനിക്ക് എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുകയാണ് ഒരു 5000 കോടി രൂപയെങ്കിലും നമുക്ക് കിട്ടേണ്ടതായിട്ട്. അപ്പോൾ ആ കാശ് ഈ PM ശ്രീ നടപ്പിലാക്കുന്നില്ല എന്ന ഒരു കാരണം വെച്ചുകൊണ്ട് തരുന്നില്ല. നമുക്ക് ആവശ്യം ഈ SSKയുടെ ഫണ്ടാണ് ലഭിക്കേണ്ട ആവശ്യം എന്ന് പറയുന്നത്. PM ശ്രീയുടെ പേരിൽ 1 രൂപയുടെ കാശ് പോലും കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വാങ്ങിയിട്ടില്ല. മറിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള പ്രസ്താവന അടിസ്ഥാനരഹിതവും സത്യവുമായി യാതൊരു ബന്ധവുമുള്ളതല്ല. കേരളം, തമിഴ്നാട്, പഞ്ചാബ് തുടങ്ങി ചുരുക്കം സംസ്ഥാനങ്ങൾ ഒഴികെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും PM ശ്രീ നടപ്പിലാക്കിയിട്ടുണ്ട്. കേരളത്തിന് മാത്രം എങ്ങനെ വിട്ടുനിൽക്കാനാകും എന്ന ചോദ്യം ബാക്കിയാണ്. ഇത് അനിവാര്യമെന്ന് കണ്ടാണ് ഇടത് സർക്കാർ ഒപ്പിട്ടതെന്നാണ് അവർ പറയുന്നത്. അന്ന് സർക്കാർ പറഞ്ഞത് കരിക്കുലവുമായി ബന്ധപ്പെട്ട് ഇടപെടൽ അനുവദിക്കില്ല എന്നതാണ്. അതുതന്നെയാണ് ഇന്ന് UDF സർക്കാരും പറയുന്നത്. എന്തായാലും പദ്ധതി 2027 പൂർത്തിയാവാനിരിക്കുകയാണ്. അന്ന് എതിർത്തത് മന്ത്രിസഭയെ
ഇരുട്ടിൽ നിർത്തി ഒപ്പിട്ടതിനെയാണ് എന്ന് ഇന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും പദ്ധതിയുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം എന്നത് UDF പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. കരിക്കുലവുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കകൾ പരിഹരിക്കും, ആ നിലയിൽ കേരളത്തിന്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കും എന്നതാണ് ചൂണ്ടിക്കാട്ടുന്നത്. അത് പഠിക്കാനുള്ള ഉപസമിതിയാണ് നിയോഗിച്ചിട്ടുള്ളത്. എന്തായാലും സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കാൻ സാധ്യമായ നടപടികൾ ഒക്കെയും ഈ പദ്ധതികളുടെ പണം പിടിച്ചു വെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ചെയ്യുന്നുണ്ട്. അതാണ് പല ഘട്ടത്തിലും കോംപ്രമൈസ് വേണ്ടിവരുന്ന സാഹചര്യം സൃഷ്ടിക്കുന്നത് എന്നതാണ് സർക്കാരുകൾ പറയുന്നത്. എന്തായാലും ഇപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. പക്ഷേ നേരത്തെ ഒപ്പിട്ട ഇടത് സർക്കാർ തന്നെ അതിനെതിരെ രംഗത്ത് വരുന്നതാണ് നമ്മൾ കാണുന്നത്. വീണ്ടും PM ശ്രീ ഒരു രാഷ്ട്രീയ വിവാദമായി മാറുന്നു എന്നതാണ് സാഹചര്യം. നമുക്ക് മറ്റു വാർത്തകളിലേക്ക് തിരിച്ചെത്താം, ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ഹിമാലയത്തിന്റെ മഞ്ഞണിഞ്ഞ കൊടുമുടികൾക്കിടയിലൂടെ വരയ്ക്കപ്പെട്ട നിയന്ത്രണ രേഖ, അതായത് ലൈൻ ഓഫ് കൺട്രോൾ, കേവലം 2 രാജ്യങ്ങളെ വേർതിരിക്കുന്ന ഒരു അതിർത്തി മാത്രമല്ല, അതൊരു കാലയന്ത്രം കൂടിയാണ്. ആ രേഖയുടെ ഇരുവശങ്ങളിലുമായി ജീവിക്കുന്ന മനുഷ്യർ ഇന്ന് അനുഭവിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ 2 ലോകങ്ങളാണ്. ജൂൺ 9 എന്ന ഒരൊറ്റ ദിവസം ഈ വലിയ യാഥാർത്ഥ്യത്തിന്റെ നേർചിത്രമായി മാറുകയായിരുന്നു. ഒരു വശത്ത് പാക് അധിനിവേശ കാശ്മീരിലെ റവാലാക്കോട്ട്, മുസാഫറാബാദ്, മിർപൂർ തുടങ്ങിയ നഗരങ്ങൾ ഭരണകൂടത്തിനെതിരെയുള്ള ജനരോക്ഷത്താൽ പുകയുകയായിരുന്നു. തെരുവുകളിൽ വെടിയൊച്ചകളും കണ്ണീർ വാതകത്തിന്റെ രൂക്ഷഗന്ധവും നിറഞ്ഞു നിന്നു. എന്നാൽ അവിടെ നിന്നും വെറും 100 കിലോമീറ്റർ കിഴക്കോട്ട് മാറി ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ ഹിമാലയത്തിന്റെ അഗാധതയിൽ മറ്റൊരു ചരിത്രം രചിക്കപ്പെടുകയായിരുന്നു. ബാൾട്ടാലിലും സോനാമാർഗിലും മീനാമാർഗിലുമുള്ള എഞ്ചിനീയർമാർ ഏഷ്യയിലെ ഏറ്റവും വലിയ ഇരുദിശ തുരങ്കങ്ങളിലൊന്നായ സോജില ടണലിന്റെ നിർമ്മാണത്തിലെ സുപ്രധാനമായ ഒരു ഘട്ടം പൂർത്തിയാക്കിയതിന്റെ ആഘോഷത്തിലായിരുന്നു. നിയന്ത്രണ രേഖയുടെ ഇരുവശങ്ങളിലുമായി ഒരേ സമയം അരങ്ങേറിയ ഈ 2 സംഭവങ്ങൾ 1947 ശേഷമുള്ള വിഭജനത്തിന് ശേഷം കാശ്മീർ എന്ന ഭൂപ്രദേശം സഞ്ചരിച്ച തികച്ചും വ്യത്യസ്തമായ 2 പാതകങ്ങളെയാണ് വരച്ചു കാട്ടുന്നത്. ജമ്മു കാശ്മീരിനെയും ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 13.15 കിലോമീറ്റർ നീളമുള്ള സോജില തുരങ്കം കേവലം ഒരു യാത്രാമാർഗം മാത്രമല്ല, അതൊരു പ്രതീക്ഷയുടെ പ്രതീകം കൂടിയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 11,500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം കടുത്ത ശൈത്യകാലത്ത് മഞ്ഞുമൂടി മാസങ്ങളോളം പുറം ലോകവുമായി ബന്ധമില്ലാതെ ഒറ്റപ്പെട്ടു പോകാറാണ് പതിവ്. ലഡാക്കിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒറ്റപ്പെടൽ വലിയൊരു ദുരിതമായിരുന്നു. എന്നാൽ സോജില തുരങ്കം യാഥാർത്ഥ്യമാകുന്നതോടെ ലഡാക്കിലേക്കുള്ള യാത്ര വർഷം മുഴുവൻ സാധ്യമാകും. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ സാന്നിധ്യത്തിൽ കാശ്മീർ ഭാഗത്തു നിന്നും ലഡാക്ക് ഭാഗത്തു നിന്നും തുരങ്കം നിർമ്മിച്ചു വന്ന തൊഴിലാളികൾ ഭൂമിക്കടിയിൽ വെച്ച് പരസ്പരം കണ്ടുമുട്ടിയ ആ നിമിഷം ഇന്ത്യൻ അടിസ്ഥാന സൗകര്യ വികസന ചരിത്രത്തിലെ സുവർണ നിമിഷങ്ങളിലൊന്നാണ്. ഈ തുരങ്കം പൂർത്തിയാകുന്നതോടെ യാത്രാസമയം ഗണ്യമായി കുറയുക മാത്രമല്ല, തന്ത്രപ്രധാനമായ ലഡാക്ക് മേഖലയിലേക്കുള്ള സൈനിക നീക്കങ്ങളും ചരക്ക് നീക്കങ്ങളും കൂടുതൽ സുഗമമാവുകയും ചെയ്യും. 2028ഓടെ ഈ പദ്ധതി പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒരു ദശാബ്ദക്കാലമായി ജമ്മു കാശ്മീരിൽ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന വമ്പൻ നിക്ഷേപങ്ങളുടെയും വികസന പ്രവർത്തനങ്ങളുടെയും ഒരു ഭാഗം മാത്രമാണ് സോജില തുരങ്കം. സോനാമാർഗ് ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ മകൾ വീണ ടിയെ ED ചോദ്യം ചെയ്യുന്നു എന്നത്. അതിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. രാവിലെ 10:30 കൊച്ചി ED ഓഫീസിൽ വീണ വിജയൻ എത്തിയത്. ഭർത്താവ് മുഹമ്മദ് റിയാസ് MLA-ക്കൊപ്പമാണ് വീണ എത്തിയത്. CMR-ലുമായി നടത്തിയ സാമ്പത്തിക ഇടപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ED വീണയിൽ നിന്ന് ചോദിച്ചറിയുകയാണ്. ED ഓഫീസ് പരിസരത്ത് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വീണയോട് വെള്ളിയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു എങ്കിലും അനാരോഗ്യത്തെ തുടർന്ന് സാവകാശം തേടിയിരുന്നു. തുടർന്നാണ് ഇന്ന് ഹാജരാകുന്നത്. കേസിൽ ഇന്നലെ ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ കർത്തയും ശരണസ് കർത്തയും ഒക്കെ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു. അറിയേണ്ട കാര്യങ്ങൾ ED വീണയിൽ നിന്ന് ചോദിച്ചു മനസ്സിലാക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. വീണ മാനേജിംഗ് ഡയറക്ടറായ എക്സലോജിക് സൊല്യൂഷൻസ് സേവനമൊന്നും നൽകാതെ CMRL കമ്പനിയിൽ നിന്ന്
2.78 കോടി രൂപ കൈപ്പറ്റിയെന്നും ഇവരുടെ സഹോദര സ്ഥാപനത്തിന്റെ അക്കൗണ്ടിൽ നിന്ന് 50 ലക്ഷം രൂപ വായ്പയായി നേടിയെന്നുമാണ് ഇഡിയുടെ കേസ്. ഈ തുക കള്ളപ്പണ നിരോധന നിയമപ്രകാരം കുറ്റകൃത്യത്തിലൂടെ സമ്പാദിച്ച പണത്തിന്റെ പരിധിയിൽ വരും എന്നതാണ് ഇഡിയുടെ വാദം. പ്രതികളുടെ വീടുകളിലും സ്ഥാപനങ്ങളിലും ഇഡി പരിശോധന നടത്തിയിരുന്നു, റെയ്ഡ് നടത്തിയിരുന്നു. ഇഡിയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും ഇതുവരെ സമാഹരിച്ച തെളിവുകളും മൊഴികളും വിശദമായി പരിശോധിച്ച ശേഷമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കടന്നിരിക്കുന്നത്. ഇഡി ഉദ്യോഗസ്ഥർ റെയ്ഡിനെത്തിയപ്പോൾ വലിയ ശക്തമായ പ്രതിഷേധം സംസ്ഥാനത്ത് നമ്മൾ കണ്ടതാണ്. അത് വലിയ കേസും വഴക്കുമൊക്കെയായി മാറുന്നത് നമ്മൾ കണ്ടതാണ്. എന്നാൽ ഇന്ന് വീണയുടെ കേസ് പാർട്ടിക്കെതിരായ കേസല്ല എന്ന ഒരു തിരിച്ചറിവിലേക്ക് CPM എത്തിയിരിക്കുന്നു. ഇന്ന് പ്രതിഷേധങ്ങളില്ല. വീണ മുഹമ്മദ് റിയാസിനൊപ്പം എത്തിയാണ് 10:30 ഇഡി ഓഫീസിൽ ചോദ്യം ചെയ്യലിന് ഹാജരായിരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം ഡാനി പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ഡാനി, 10:30 വീണ ടി ചോദ്യം ചെയ്യലിനായി ഹാജരായത്. ഇപ്പോൾ ഏതാണ്ട് 7 മണിക്കൂറോളമാകുന്നു. ഇപ്പോഴും ആ ചോദ്യം ചെയ്യൽ അവിടെ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്. പ്രധാനമായും ഈ സേവനം എന്ത് നൽകി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. എങ്ങനെ ഈ പ്രോസസ് അവിടെ നടക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. CMR കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യലാണ് ഇന്ന് നടക്കുന്നത്. വീണയെ ചോദ്യം ചെയ്യുമ്പോൾ ഇപ്പോൾ രാവിലെ 10:30 എത്തി 7 മണിക്കൂറോളം ഇവിടെ പിന്നിടുന്നു. ഹാജരായിട്ട് 7 മണിക്കൂർ പിന്നിടുകയാണ്. പ്രധാനമായും തന്നെയും നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ ഇതിൽ ആദ്യഘട്ടത്തിൽ ഇഡിയുടെ അന്വേഷണത്തിൽ വന്നിരുന്നത് ഇതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്നൊരു നിഗമനത്തിന്റെ പേരിലാണ് ഇഡി കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. അതിൽ 2.78 കോടി രൂപ ഇത്രയും പണം എന്തിന് നൽകി എന്നതിന് വ്യക്തമായൊരു ഉത്തരം നൽകാനായിട്ട് സാധിക്കാത്തൊരു സാഹചര്യത്തിലാണ് പിന്നീടുള്ള കേസും അതിന്റെ ചോദ്യം ചെയ്യൽ നടപടികളടക്കം കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. ഇതിൽ SFIO രജിസ്റ്റർ ചെയ്ത കേസിലെ കുറ്റപത്രത്തിന്റെ വിശദാംശങ്ങളടക്കം ഇഡി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശേഖരിച്ചിരുന്നു. അതും എല്ലാം തന്നെ ഈ ചോദ്യാവലി ഭാഗമാക്കിയിരുന്നു. കാരണം ഈ ചോദ്യം ചെയ്യലെല്ലാം തന്നെ നേരത്തെ ശേഖരിച്ച വസ്തുതകളുടെയും വിശകലനയുടെയും അടിസ്ഥാനത്തിലാണ് ഇഡിയുടെ ചോദ്യം ചെയ്യൽ നടക്കുന്നത്. ഇഡി ചോദ്യം നൽകുകയും അതിന് വിശദാംശങ്ങൾ എഴുതി വാങ്ങുകയുമാണ് ഇഡിയുടെ ഒരു രീതി എന്ന് പറയുന്നത്. ഏതായാലും കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ഈ ഒരു രീതി മുന്നോട്ട് പോവുകയാണ്. സാധാരണഗതിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ ചോദ്യം ചെയ്യലെല്ലാം 4 മണിയോടുകൂടി അല്ലെങ്കിൽ ഈ സമയം കൊണ്ട് അവസാനിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴും ഇത് പൂർത്തിയായോ ഇല്ലയോ എന്ന രീതിയിലേക്ക് കൃത്യമായ ഒരു ഉത്തരമില്ല. ഇവിടെ ഇഡി ആസ്ഥാനത്ത് ഇവിടെ അന്ന് പോലീസിൻ്റെതടക്കമുള്ള ഒരു കാവൽ പുറത്ത് ഏതെങ്കിലും രീതിയിലൊരു പ്രതിഷേധം ഉണ്ടാകുമോ എന്നതെല്ലാം നോക്കിക്കൊണ്ട് പോലീസിൻ്റെതടക്കമുള്ള ഒരു ബാരിക്കേഡുകളടക്കം ഉണ്ടായിരുന്നു. എന്നാൽ തിരുവനന്തപുരത്ത് ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോഴുണ്ടായ വിഷയങ്ങൾ, തിരുവനന്തപുരത്തെ പരിശോധനയ്ക്ക് എത്തിയപ്പോഴുണ്ടായ ഒരു വിഷയങ്ങളെ മുൻനിർത്തിയാണ് പോലീസിന്റെ ഭാഗത്ത് ഒരു കരുതലുണ്ടായത്. ഇഡിയിലും ഇന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ കൂടുതലാണ്. നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ കാണുന്നത് പോലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ CRPFന്റെ ഭാഗത്തു നിന്നുള്ള CSFന്റെ ഭാഗത്തു നിന്നുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥർ കൂടുതലായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഏതായാലും ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ഒരു ചോദ്യം ചെയ്യൽ എന്നെല്ലാം തന്നെ പറയാവുന്നത് ഇഡിയുടെ ഈ ദിവസങ്ങളിൽ ഈ നടപടികൾ തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ CMRന്റെ ഉന്നത ഉദ്യോഗസ്ഥരെ അടക്കം ഇവിടേക്ക് വിളിച്ചു വരുത്തുകയും ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ അടക്കം ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. MP ശശിധരൻ കർത്ത മാത്രമാണ് ഇതിൽ അനാരോഗ്യമടക്കം ഉള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു അവധി അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. മറ്റുള്ളവർ തന്നെ ശശിധരൻ കർത്തയുടെ ഭാര്യ ജയ കർത്ത, അതോടൊപ്പം തന്നെ മക്കൾ ഷിബി കർത്ത, ശരണസ് കർത്ത തുടങ്ങിയവരെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ CMRന്റെ സാമ്പത്തിക കാര്യ വിഭാഗത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും ചോദ്യം ചെയ്യലിന് ഹാജരാകുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് വീണ ഇപ്പോൾ ചോദ്യം ചെയ്യലിന് വേണ്ടി എത്തിയിരിക്കുന്നത്. ആദ്യ നോട്ടീസിന് അനാരോഗ്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവധി അപേക്ഷ നൽകിയിരുന്നു. ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകുകയും ചെയ്തിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ കൈപ്പറ്റിയ പണം അത് എങ്ങനെയാണ്, ഏത് സേവനം നൽകിയതാണ് എന്നത് വ്യക്തമാക്കേണ്ടതുണ്ട്. അതിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു കള്ളപ്പണ ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നൊരു സംശയമാണ് ഇഡിയുടെ ഭാഗത്തുനിന്ന് ഉയരുന്നത്. ഒപ്പം തന്നെയും CMRന്റെ തന്നെ ഒരു ഉപകമ്പനിയായ എംപവർ ഇന്ത്യ
ലിമിറ്റഡിൽ നിന്ന് തുക വായ്പ എടുത്തിട്ടുണ്ട്. ഒരു സാമ്പത്തിക ക്രയവിക്രയങ്ങൾക്ക് വേണ്ടിയുള്ള CMRന്റെ ഉപകമ്പനിയാണ്. അതിൽ നിന്ന് വീണ ആദ്യഘട്ടത്തിൽ 25 ലക്ഷം രൂപയും പിന്നീട് അത് തിരിച്ചടവുകളില്ലാതെ ഇരിക്കുകയും ചെയ്തിട്ട് പോലും വീണ്ടും 25 ലക്ഷം രൂപ, അങ്ങനെ 50 ലക്ഷം രൂപ അതിൽ നിന്ന് കൈപ്പറ്റുകയും ചെയ്തിട്ടുണ്ട്. ഇത് തിരിച്ചടവും കാണുന്നില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് വലിയ രീതിയിൽ സംശയമുണ്ട്. എന്ത് സേവനമാണ് നൽകിയത്? എക്സാലോജിക്ക് നൽകിയ സേവനത്തിന് പുറത്ത് മറ്റേതെങ്കിലും രീതിയിലുള്ള കാര്യങ്ങളുണ്ടോ എന്നതടക്കമാണ് ED അന്വേഷിക്കുകയും ചെയ്യുന്നത്. ഹൈക്കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് നേടിയ ഉടൻ തന്നെ ഈ ഒരു നടപടികളിലേക്ക് അടക്കം ED വളരെ പെട്ടെന്ന് കടക്കുകയും നമുക്കറിയാവുന്നതുപോലെ തിരുവനന്തപുരത്ത് പരിശോധന നടത്തുകയും CMRL ഏതാണ്ട് 10ഓളം സ്ഥാപനങ്ങളിലും കേന്ദ്രങ്ങളിലും എല്ലാം പരിശോധന തുടരുകയും ചെയ്തിരുന്നു. വീണയുടെ 3 അക്കൗണ്ടുകൾ മരവിപ്പിച്ചിട്ടുണ്ട്. ഈ അക്കൗണ്ടുകളുടെ വിശദാംശങ്ങൾ അടക്കം ശേഖരിച്ചുകൊണ്ടെത്താനാണ് ഇന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഏതായാലും മണിക്കൂറുകളായി ഇവിടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇതിപ്പോൾ വൈകുന്നേരം ഒരു 6 മണിയോടുകൂടി അവസാനിക്കുമെന്ന് ഒരു സൂചനകളുണ്ട്. ഒരുപക്ഷെ അതിനും നീണ്ടുപോയേക്കാം. ശരി, എന്തായാലും 7 മണിക്കൂറോളമായി ചോദ്യം ചെയ്യൽ അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അരമണിക്കൂർ കൂടി ഉണ്ടാകും എന്നതിന്റെ സൂചനകളാണ് ഡാൻ ഇപ്പോൾ നൽകുന്നത്. അതിനു മുൻപ് കഴിയുകയാണെങ്കിൽ നമുക്ക് ഒന്നുകൂടി ആ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് എത്താം. എന്തായാലും ഈ കേസിൽ ഒട്ടും പിന്നോട്ടില്ല എന്നതിന്റെ സൂചനകളാണ് ED നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമാണ് ഈ ചോദ്യം ചെയ്യൽ. വളരെ നിർണായകമായ ദിവസമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് വീണ ടിയെ ചോദ്യം ചെയ്യുന്ന ഈ ദിവസം. എന്താണ് തുടർ നീക്കം എന്നതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. ഇടവേളയ്ക്ക് ശേഷം മറ്റ് ഫോക്കസ് വാർത്തകൾ. ഹിമാലയത്തിന്റെ മഞ്ഞണിഞ്ഞ കൊടുമുടികൾക്കിടയിലൂടെ വരയ്ക്കപ്പെട്ട നിയന്ത്രണ രേഖ, അതായത് ലൈൻ ഓഫ് കൺട്രോൾ, കേവലം 2 രാജ്യങ്ങളെ വേർതിരിക്കുന്ന ഒരു അതിർത്തി മാത്രമല്ല, അതൊരു കാലയന്ത്രം കൂടിയാണ്. ആ രേഖയുടെ ഇരുവശങ്ങളിലുമായി ജീവിക്കുന്ന മനുഷ്യർ ഇന്ന് അനുഭവിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ 2 ലോകങ്ങളാണ്. ജൂൺ 9 എന്ന ഒരൊറ്റ ദിവസം ഈ വലിയ യാഥാർത്ഥ്യത്തിന്റെ നേർചിത്രമായി മാറുകയായിരുന്നു. ഒരു വശത്ത് പാക് അധിനിവേശ കാശ്മീരിലെ റവാലാക്കോട്ട്, മുസാഫറാബാദ്, മിർപൂർ തുടങ്ങിയ നഗരങ്ങൾ ഭരണകൂടത്തിനെതിരെയുള്ള ജനരോക്ഷത്താൽ പുകയുകയായിരുന്നു. തെരുവുകളിൽ വെടിയൊച്ചകളും കണ്ണീർവാതകത്തിന്റെ രൂക്ഷഗന്ധവും നിറഞ്ഞു നിന്നു. എന്നാൽ അവിടെ നിന്നും വെറും 100 കിലോമീറ്റർ കിഴക്കോട്ട് മാറി ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ ഹിമാലയത്തിന്റെ അഗാധതയിൽ മറ്റൊരു ചരിത്രം രചിക്കപ്പെടുകയായിരുന്നു. ബാൾട്ടാലിലും സോനാമാർഗിലും മീനാമാർഗിലുമുള്ള എഞ്ചിനീയർമാർ ഏഷ്യയിലെ ഏറ്റവും വലിയ ഇരുദിശ തുരങ്കങ്ങളിലൊന്നായ സോജില ടണലിന്റെ നിർമ്മാണത്തിലെ സുപ്രധാനമായ ഒരു ഘട്ടം പൂർത്തിയാക്കിയതിന്റെ ആഘോഷത്തിലായിരുന്നു. നിയന്ത്രണ രേഖയുടെ ഇരുവശങ്ങളിലുമായി ഒരേ സമയം അരങ്ങേറിയ ഈ 2 സംഭവങ്ങൾ 1947 ശേഷമുള്ള വിഭജനത്തിന് ശേഷം കാശ്മീർ എന്ന ഭൂപ്രദേശം സഞ്ചരിച്ച തികച്ചും വ്യത്യസ്തമായ 2 പാതകങ്ങളെയാണ് വരച്ചു കാട്ടുന്നത്. ജമ്മു കാശ്മീരിനെയും ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 13.15 കിലോമീറ്റർ നീളമുള്ള സോജില തുരങ്കം കേവലം ഒരു യാത്രാമാർഗം മാത്രമല്ല, അതൊരു പ്രതീക്ഷയുടെ പ്രതീകം കൂടിയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 11,500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം കടുത്ത ശൈത്യകാലത്ത് മഞ്ഞുമൂടി മാസങ്ങളോളം പുറം ലോകവുമായി ബന്ധമില്ലാതെ ഒറ്റപ്പെട്ടു പോകാറാണ് പതിവ്. ലഡാക്കിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒറ്റപ്പെടൽ വലിയൊരു ദുരിതമായിരുന്നു. എന്നാൽ സോജില തുരങ്കം യാഥാർത്ഥ്യമാകുന്നതോടെ ലഡാക്കിലേക്കുള്ള യാത്ര വർഷം മുഴുവൻ സാധ്യമാകും. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ സാന്നിധ്യത്തിൽ കാശ്മീർ ഭാഗത്തു നിന്നും ലഡാക്ക് ഭാഗത്തു നിന്നും തുരങ്കം നിർമ്മിച്ചു വന്ന തൊഴിലാളികൾ ഭൂമിക്കടിയിൽ വെച്ച് പരസ്പരം കണ്ടുമുട്ടിയ ആ നിമിഷം ഇന്ത്യൻ അടിസ്ഥാന സൗകര്യ വികസന ചരിത്രത്തിലെ സുവർണ നിമിഷങ്ങളിലൊന്നാണ്. ഈ തുരങ്കം പൂർത്തിയാകുന്നതോടെ യാത്രാസമയം ഗണ്യമായി കുറയുക മാത്രമല്ല, തന്ത്രപ്രധാനമായ ലഡാക്ക് മേഖലയിലേക്കുള്ള സൈനിക നീക്കങ്ങളും ചരക്ക് നീക്കങ്ങളും കൂടുതൽ സുഗമമാവുകയും ചെയ്യും. 2028ഓടെ ഈ പദ്ധതി പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒരു ദശാബ്ദക്കാലമായി ജമ്മു കാശ്മീരിൽ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന വമ്പൻ നിക്ഷേപങ്ങളുടെയും വികസന പ്രവർത്തനങ്ങളുടെയും ഒരു ഭാഗം മാത്രമാണ് സോജില തുരങ്കം. സോനാമാർഗിനടുത്തുള്ള ഇസഡ് മോർ തുരങ്കം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് പാലം,
ജമ്മു, ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽവേ ലിങ്ക് തുടങ്ങി എണ്ണമറ്റ പദ്ധതികളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. കാശ്മീരിന്റെ മഞ്ഞുമൂടിയ മലനിരകൾക്കിടയിലൂടെയും പച്ചപ്പണിഞ്ഞ താഴ്വരകളിലൂടെയും അതിവേഗം കുതിച്ചുപായുന്ന വന്ദേ ഭാരത് ട്രെയിനുകൾ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ ഒരു വിദൂര സ്വപ്നം മാത്രമായിരുന്നു. ഈ വികസന പ്രവർത്തനങ്ങൾ കേവലം കെട്ടിടങ്ങളോ റോഡുകളോ മാത്രമല്ല സൃഷ്ടിച്ചത്, മറിച്ച് അവിടുത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു സമാധാന കരാർ വെള്ളിയാഴ്ച ഒപ്പിടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആ സമാധാന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനാശങ്കയായി തുടരുന്നത് ഇസ്രയേൽ നിലപാടാണ്. കഴിഞ്ഞ ദിവസവും നമ്മൾ അത് പരിശോധിച്ചതാണ്. വെടിനിർത്തൽ ചർച്ചകൾക്കിടെ ഇപ്പോൾ ലെബനനിൽ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. തെക്കൻ ലെബനനിലെ നബാത്തേഹ് ഗവർണറേറ്റിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു എന്നതാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം. ലെബനന്റെ നാഷണൽ ന്യൂസ് ഏജൻസി ഇത് റിപ്പോർട്ട് ചെയ്യുന്നു. ഇറാനും അമേരിക്കയും സമാധാന കരാറിലെത്തിയ സാഹചര്യത്തിലും ലെബനനിലേക്കുള്ള ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് ഇസ്രയേൽ. മേഖലയിലെ ഇസ്രയേൽ പ്രകോപനം വെടിനിർത്തൽ കരാർ പ്രതിസന്ധിയിലാക്കുമോ എന്ന ആശങ്ക ഇതോടെ വർദ്ധിച്ചിരിക്കുകയാണ്. ശക്തമായ മുന്നറിയിപ്പുമായി ഇറാനും വരുന്നുണ്ട്. അപ്പോൾ എന്താണ് പശ്ചിമേഷ്യയിൽ നടക്കുന്നത് എന്ന് നോക്കിയാൽ തെക്കൻ ലെബനനിൽ ആണ് ഇസ്രയേൽ ശക്തമായ ആക്രമണം ഇപ്പോൾ അഴിച്ചുവിട്ടിരിക്കുന്നത്. ഡ്രോൺ ആക്രമണത്തിൽ ഒപ്പം തന്നെ വ്യോമാക്രമണവുമാണ് നടത്തിയത്. 4 പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു, നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. വെടിനിർത്തലിനായി നയതന്ത്ര ചർച്ചകൾ നടക്കുമ്പോഴാണ് ഈ ആക്രമണം. ലെബനൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം 3826 പേരാണ് അവിടെ കൊല്ലപ്പെട്ടിരിക്കുന്നത്. 11,851 പേർക്ക് ഇതുവരെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. തെക്കൻ ലെബനനിലെ ഇസ്രായേൽ സൈനിക സാന്നിധ്യത്തെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ചർച്ചകളെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉടലെടുത്തിരിക്കുന്നത്. ലെബനനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പൂർണ്ണമായും പിന്മാറണമെന്ന ആവശ്യം ഉന്നയിക്കാൻ ഇറാൻ പലകുറി ശ്രമിച്ചിട്ടുണ്ട്. ഇത് ഈ സമാധാന കരാറിന്റെ ഭാഗമാകണം എന്നത് ഇറാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ അത് ഇപ്പോഴും പ്രാവർത്തികമാകുന്നില്ല എന്നതാണ് ഇന്നത്തെ ഇസ്രായേലിന്റെ ആക്രമണങ്ങളും സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ആവശ്യം ശക്തമായി ഉന്നയിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഇറാൻ. ആക്രമണത്തിനിരയായ നബാത്തിയയിലെ താമസക്കാർ തകർന്ന വീടുകളും സ്ഥാപനങ്ങളും ഒക്കെ ചെന്ന് പരിശോധിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അന്താരാഷ്ട്ര സംവിധാനങ്ങൾ ദീർഘകാല സുരക്ഷ ഉറപ്പാക്കുമെന്ന കാര്യത്തിൽ ജനങ്ങൾ ഇപ്പോൾ വലിയ ആശങ്കയിലാണ്. വെടിനിർത്തൽ കരാർ ഇരു വിഭാഗവും ലംഘിക്കുന്നതായി ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നു. തെക്കൻ ലെബനനിൽ തങ്ങൾ സൃഷ്ടിച്ച സുരക്ഷാ ബഫർ സോണുകളിൽ നിന്ന് പിന്മാറില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചത് പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുന്നുണ്ട്. ഇത് സൈനിക നീക്കങ്ങളും നയതന്ത്ര നീക്കങ്ങളും തമ്മിലുള്ള വലിയ അന്തരമാണ് ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങൾ സൂചിപ്പിക്കുന്നത്. വലിയ അതൃപ്തി ഇസ്രായേലിനോട് ട്രംപിനുണ്ട്. അത് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹം പ്രകടിപ്പിച്ചതാണ്. ഇറാൻ അമേരിക്ക സമാധാന കരാറിൽ അതൃപ്തി അറിയിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നടപടികളിൽ താൻ അസന്തുഷ്ടനാണ് എന്ന് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. G7 ഉച്ചകോടിക്കിടെ ആണ് ട്രംപ് ഇക്കാര്യം പറഞ്ഞത്. നെതന്യാഹു ഉത്തരവാദിത്തത്തോടെ പെരുമാറണം എന്നും ട്രംപ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്കിടയിലും ഇസ്രായേലിന്റെ നിലനിൽപ്പിന് കാരണം താനാണെന്ന ശക്തമായ അവകാശവാദം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉന്നയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ടുള്ള അവകാശവാദങ്ങൾ പറയുന്നുണ്ട്. അമേരിക്കയും താനുമില്ലായിരുന്നുവെങ്കിൽ ഇസ്രായേൽ ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കപ്പെടുമായിരുന്നു എന്നാണ് ട്രംപ് ആവർത്തിച്ച് പറയുന്നത്. ഖത്തർ അമീറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷമായിരുന്നു ട്രംപിന്റെ ഈ പ്രതികരണം. ട്രംപിനെ സംബന്ധിച്ച് ഈ സമാധാന കരാർ അത് തുരങ്കം വെക്കുന്ന ഇസ്രായേലിന്റെ നടപടി ട്രംപിനെ അസ്വസ്ഥനാക്കുന്നുണ്ട്. അതാണ് അദ്ദേഹം ആവർത്തിച്ച് ഈ പ്രസ്താവനകളിലൂടെ സൂചിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ലെബനനിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ നീണ്ടുപോകുന്നതിലും നിരവധി സാധാരണക്കാർ കൊല്ലപ്പെടുന്നതിലും ട്രംപ് അതൃപ്തി അറിയിക്കുന്നു. ഒരു ഹിസ്ബുള്ളക്കാരനെ തിരയാൻ വേണ്ടി സാധാരണക്കാർ താമസിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയങ്ങൾ മുഴുവനായി തകർക്കേണ്ടതില്ല എന്നതാണ് ട്രംപ് പറയുന്നത്. മറ്റൊരു സൊല്യൂഷൻ കൂടി ട്രംപ് മുന്നോട്ട് വെക്കുന്നുണ്ട്. ഹിസ്ബുള്ളയെ നേരിടാൻ ഇസ്രായേലിന് സാധിക്കുന്നില്ലെങ്കിൽ ആ ചുമതല സിറിയയെ ഏൽപ്പിക്കണം എന്ന ഒരു കാര്യവും കൂടി ട്രംപ് മുന്നോട്ട് വെക്കുന്നു. എന്താണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിയില്ല. എന്നാൽ ഈ ഇസ്രായേലിന്റെ നടപടികളെ അദ്ദേഹം ഇപ്പോൾ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ഇറാനുമായുള്ള US-ന്റെ ചർച്ചകളിൽ നെതന്യാഹുവും ഇസ്രായേൽ ഭരണകൂടവും ഇപ്പോൾ കടുത്ത അമർഷത്തിലുമാണ്. ഇത് ഇരുവരും തമ്മിലുള്ള വലിയ അകൽച്ചയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്.
അമേരിക്കൻ പ്രസിഡന്റാണ് ട്രംപെങ്കിൽ താനാണ് ഇസ്രായേലിന്റെ ഭരണാധികാരി എന്നത് കഴിഞ്ഞ ദിവസം നെതന്യാഹു സൂചിപ്പിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന തീരുമാനമായിരിക്കും തന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുക എന്നത് പറയുന്നു. തനിക്ക് ഈ കരാർ ബാധകമല്ല എന്നതും നെതന്യാഹു കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ സാഹചര്യത്തിൽ എന്താകും ഈ സമാധാന ചർച്ചയുടെ ഭാവി എന്നത് ഉയരുകയാണ്. അവിടെ മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് ഇറാൻ. ഇസ്രായേൽ ലബനനെ ആക്രമിക്കുകയോ ലബനനിലെ അധീന പ്രദേശങ്ങളിൽ തുടർന്നും സൈനിക സാന്നിധ്യം നിലനിർത്തുകയോ ചെയ്താൽ അത് അമേരിക്കയുമായുള്ള ഇടക്കാല കരാറിന്റെ ലംഘനമായി കണക്കാക്കും എന്നതാണ് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ലബനനിൽ ഉണ്ടായിരുന്ന വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി ഇസ്രായേലിനെതിരെ 84 തവണ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എന്ന കാര്യം ഇറാൻ ചൂണ്ടിക്കാട്ടുന്നു. ആക്രമണങ്ങൾ തുടർന്നാൽ കടുത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന മുന്നറിയിപ്പ് കൂടി ഇറാൻ നൽകുകയാണ്. തെക്കൻ ലബനനിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ഇപ്പോൾ കരാറിന്റെ ഭാവി തന്നെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഇറാന്റെ മുന്നറിയിപ്പ് കൂടി വരുന്നത്. ഇസ്രായേലി സേന പൂർണ്ണമായും ലബനനിൽ നിന്നും പിൻവാങ്ങിയില്ലെങ്കിൽ ഈ യുദ്ധത്തിന് അവസാനമുണ്ടാകില്ലെന്നും നിരന്തരമായി ഇസ്രായേൽ തെക്കൻ ലബനനിൽ നടത്തുന്ന അധിനിവേശം അമേരിക്കയുമായുള്ള കരാറിന്റെ ലംഘനമാണ് എന്നും ഇറാൻ പറയുന്നു. കഴിഞ്ഞ ദിവസം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അഗ്രിച്ചിയും സമാനമായ നിലയിൽ അഭിപ്രായം രേഖപ്പെടുത്തിയിരുന്നു. ഈ ചില റിപ്പോർട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുമ്പോൾ ആണവ ബോംബിനേക്കാൾ ശക്തമായ ആയുധമാണ് ഇറാന്റെ കൈവശം ഉള്ളത് എന്നത് സൂചിപ്പിക്കുകയാണ് ഹോർമുസിനെ ചൂണ്ടിക്കാട്ടി അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികൾ. അപ്പോൾ ആ അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികളുടെ വിലയിരുത്തൽ പ്രകാരം സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് എന്ന് പറയുന്നത് എപ്പോൾ വേണമെങ്കിലും അടച്ചുപൂട്ടാനുള്ള ശേഷി ഇറാന് ഇപ്പോഴുണ്ട് എന്നതാണ് അവർ കണക്കുകൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും വാഗ്ദാന ലംഘനമുണ്ടായാൽ ഇറാന് പെട്ടെന്ന് തന്നെ ഹോർമുസ് അടയ്ക്കാനും അവരുടെ നിയന്ത്രണത്തിലാക്കാനും ഇനി വേണമെങ്കിലും കഴിയുമെന്ന കാര്യമാണ് ചൂണ്ടിക്കാട്ടുന്നത്. അത് ഇന്റലിജൻസ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. റിപ്പോർട്ടിൽ ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഹോർമുസ് കടലിടുക്കിന്റെ യഥാർത്ഥ നിയന്ത്രണം ഇപ്പോൾ ഇറാന്റെ കൈകളിലാണ്. അത് ഏത് ആണവായുധത്തെക്കാളും ശക്തമായ ഒരായുധമാണ് എന്നതാണ് ഇറാന്റെ കൈവശമുള്ളത്. ഹോർമുസിന്റെ ഈ നിയന്ത്രണം എന്ന് പറയുന്നത് ആണവായുധത്തെക്കാൾ ശക്തമെന്ന് പറയുന്നു. ലോകത്തിലെ ഏകദേശം 20% എണ്ണയും പ്രകൃതിവാതകവും ഈ കടലിടുക്കിലൂടെയാണ് കടന്നു പോകുന്നത്. പേർഷ്യൻ ഗൾഫ് മേഖലയിലെ എണ്ണ കയറ്റുമതിയുടെ പ്രധാന പാതയാണിത്. ഇത് അടച്ചുപൂട്ടിയത് ആണ് ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് ലോകരാഷ്ട്രങ്ങളെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയ സാഹചര്യം സൃഷ്ടിച്ചത്. ആഗോള എണ്ണവില കുതിച്ചുയർന്നു. ഊർജ്ജ വിതരണ പ്രതിസന്ധി ഒക്കെയും ലോകരാഷ്ട്രങ്ങളെ ആകെ ബുദ്ധിമുട്ടിലാക്കി. ആ സാഹചര്യമാണ് അമേരിക്കയിലും ഇസ്രായേലും നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇറാൻ കൊടുത്തത്. ഗൾഫ് മേഖലയിലെ ഊർജ്ജ കേന്ദ്രങ്ങളെ ഇറാൻ ലക്ഷ്യമിട്ടിരുന്നു. ഇതും ഇന്റലിജൻസ് ഏജൻസികൾ വളരെ കാര്യമായി തന്നെ അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഖത്തർ, ബഹ്റൈൻ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൗദി അറേബ്യ എന്നിവിടങ്ങളിലെ പ്രധാന ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ ഇറാൻ ലക്ഷ്യമിട്ടു എന്നതാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. ഖത്തറിലെ റാസ് ലാഫാൻ ഇൻഡസ്ട്രിയൽ സിറ്റി LNG ഉൽപാദന കേന്ദ്രത്തിന് കേടുപാടുകൾ സംഭവിച്ചതായി ഒക്കെ ഈ റിപ്പോർട്ടിൽ പറയുന്നു. അപ്പോൾ ഇറാൻ എത്രമാത്രം ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ട്, ഇനിയും ഇറാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നതിൻ്റെ ഒരു കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. യഥാർത്ഥത്തിൽ ഹോർമുസിലെ ഇറാന്റെ ഈ ആധിപത്യം തന്നെയാണ് അമേരിക്കയുടെ എല്ലാ പദ്ധതികളെയും പൊളിച്ചു കളഞ്ഞത്. ഇപ്പോൾ സമാധാനത്തിന് ശ്രമിക്കാൻ പ്രേരിപ്പിച്ചതും അതുതന്നെയാണ്. ഗൾഫിലെ സാഹചര്യങ്ങളും അമേരിക്കയെ ഈ തീരുമാനത്തിലേക്ക് എത്തിക്കുന്നതിൽ വളരെ നിർണായകമായി ഗൾഫ് രാഷ്ട്രങ്ങളുടെ സമ്മർദ്ദവും. അമേരിക്കയും ഇറാനും തമ്മിൽ സമാധാന കരാർ വെള്ളിയാഴ്ച ജനീവയിൽ ഒപ്പുവെക്കും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ഇസ്രായേൽ ഇപ്പോഴും ഭീതി ഉയർത്തി നിൽക്കുകയാണ്. അതിന് ശക്തമായ മുന്നറിയിപ്പുമായി ഇറാൻ വരുന്നുണ്ട്. ഇറാനെ സംബന്ധിച്ച് ഇസ്രായേൽ ആക്രമണം തുടർന്നാൽ ഈ കരാറിൽ നിന്ന് പിന്മാറുക എന്നത് മാത്രമാണ് അവർ മുന്നിൽ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച കരാർ ഒപ്പിടുമോ എന്നത് ഇപ്പോഴും ആശങ്കയായി തന്നെ നിൽക്കുകയാണ്. അത് വ്യത്യസ്തമായി കാണണം എന്നൊരാവശ്യമാണ് ട്രംപ് ആവർത്തിച്ച് ഇറാനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ സമ്മർദ്ദത്തിന് ഇറാൻ വഴങ്ങുമോ, കരാർ ഒപ്പിടുമോ എന്നത് കാത്തിരുന്ന് കാണണം. വലിയ പ്രകോപനമാണ് എന്തായാലും ഈ ഘട്ടത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഒരു ചെറിയ ഇടവേള കൂടി, വളരെ പെട്ടെന്ന് തിരിച്ചെത്താം. ഹിമാലയത്തിന്റെ മഞ്ഞണിഞ്ഞ കൊടുമുടികൾക്കിടയിലൂടെ വരയ്ക്കപ്പെട്ട നിയന്ത്രണ രേഖ, അതായത് ലൈൻ ഓഫ് കൺട്രോൾ, കേവലം 2 രാജ്യങ്ങളെ വേർതിരിക്കുന്ന ഒരു അതിർത്തി മാത്രമല്ല, അതൊരു കാലയന്ത്രം കൂടിയാണ്.
ആ രേഖയുടെ ഇരുവശങ്ങളിലുമായി ജീവിക്കുന്ന മനുഷ്യർ ഇന്ന് അനുഭവിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ രണ്ട് ലോകങ്ങളാണ്. ജൂൺ 9 എന്ന ഒരൊറ്റ ദിവസം ഈ വലിയ യാഥാർത്ഥ്യത്തിൻ്റെ നേർചിത്രമായി മാറുകയായിരുന്നു. ഒരു വശത്ത് പാക് അധിനിവേശ കാശ്മീരിലെ റവാലക്കോട്ട്, മുസാഫറാബാദ്, മിർപൂർ തുടങ്ങിയ നഗരങ്ങൾ ഭരണകൂടത്തിനെതിരെയുള്ള ജനരോക്ഷത്താൽ പുകയുകയായിരുന്നു. തെരുവുകളിൽ വെടിയൊച്ചകളും കണ്ണീർ വാതകത്തിൻ്റെ രൂക്ഷഗന്ധവും നിറഞ്ഞു നിന്നു. എന്നാൽ അവിടെ നിന്നും വെറും 100 കിലോമീറ്റർ കിഴക്കോട്ട് മാറി ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ ഹിമാലയത്തിൻ്റെ അഗാധതയിൽ മറ്റൊരു ചരിത്രം രചിക്കപ്പെടുകയായിരുന്നു. ബാൾട്ടാലിലും സോനാമാർഗിലും മീനാമാർഗിലുമുള്ള എഞ്ചിനീയർമാർ ഏഷ്യയിലെ ഏറ്റവും വലിയ ഇരുദിശ തുരങ്കങ്ങളിലൊന്നായ സോജില ടണലിൻ്റെ നിർമ്മാണത്തിലെ സുപ്രധാനമായ ഒരു ഘട്ടം പൂർത്തിയാക്കിയതിൻ്റെ ആഘോഷത്തിലായിരുന്നു. നിയന്ത്രണ രേഖയുടെ ഇരുവശങ്ങളിലുമായി ഒരേ സമയം അരങ്ങേറിയ ഈ രണ്ട് സംഭവങ്ങൾ 1947 ശേഷമുള്ള വിഭജനത്തിന് ശേഷം കാശ്മീർ എന്ന ഭൂപ്രദേശം സഞ്ചരിച്ച തികച്ചും വ്യത്യസ്തമായ രണ്ട് പാതകങ്ങളെയാണ് വരച്ചു കാട്ടുന്നത്. ജമ്മു കാശ്മീരിനെയും ലഡാക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 13.15 കിലോമീറ്റർ നീളമുള്ള സോജില തുരങ്കം കേവലം ഒരു യാത്രാമാർഗം മാത്രമല്ല, അതൊരു പ്രതീക്ഷയുടെ പ്രതീകം കൂടിയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 11,500 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം കടുത്ത ശൈത്യകാലത്ത് മഞ്ഞുമൂടി മാസങ്ങളോളം പുറം ലോകവുമായി ബന്ധമില്ലാതെ ഒറ്റപ്പെട്ടു പോകാറാണ് പതിവ്. ലഡാക്കിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒറ്റപ്പെടൽ വലിയൊരു ദുരിതമായിരുന്നു. എന്നാൽ സോജില തുരങ്കം യാഥാർത്ഥ്യമാകുന്നതോടെ ലഡാക്കിലേക്കുള്ള യാത്ര വർഷം മുഴുവൻ സാധ്യമാകും. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ സാന്നിധ്യത്തിൽ കാശ്മീർ ഭാഗത്തു നിന്നും ലഡാക്ക് ഭാഗത്തു നിന്നും തുരങ്കം നിർമ്മിച്ചു വന്ന തൊഴിലാളികൾ ഭൂമിക്കടിയിൽ വെച്ച് പരസ്പരം കണ്ടുമുട്ടിയ ആ നിമിഷം ഇന്ത്യൻ അടിസ്ഥാന സൗകര്യ വികസന ചരിത്രത്തിലെ സുവർണ നിമിഷങ്ങളിലൊന്നാണ്. ഈ തുരങ്കം പൂർത്തിയാകുന്നതോടെ യാത്രാസമയം ഗണ്യമായി കുറയുക മാത്രമല്ല, തന്ത്രപ്രധാനമായ ലഡാക്ക് മേഖലയിലേക്കുള്ള സൈനിക നീക്കങ്ങളും ചരക്ക് നീക്കങ്ങളും കൂടുതൽ സുഗമമാവുകയും ചെയ്യും. 2028ഓടെ ഈ പദ്ധതി പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഒരു ദശാബ്ദക്കാലമായി ജമ്മു കാശ്മീരിൽ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന വമ്പൻ നിക്ഷേപങ്ങളുടെയും വികസന പ്രവർത്തനങ്ങളുടെയും ഒരു ഭാഗം മാത്രമാണ് സോജില തുരങ്കം. സോനാമാർഗിനടുത്തുള്ള ഇസഡ് മോർ തുരങ്കം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമായ ചെനാബ് പാലം, ജമ്മു, ഉധംപൂർ, ശ്രീനഗർ, ബാരാമുള്ള റെയിൽവേ ലിങ്ക് തുടങ്ങി എണ്ണമറ്റ പദ്ധതികളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. കാശ്മീരിന്റെ മഞ്ഞുമൂടിയ മലനിരകൾക്കിടയിലൂടെയും പച്ചപ്പണിഞ്ഞ താഴ്വരകളിലൂടെയും അതിവേഗം കുതിച്ചുപായുന്ന വന്ദേ ഭാരത് ട്രെയിനുകൾ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് വരെ ഫ്രാൻസിൽ G7 ഉച്ചകോടിക്കിടെ ഒരു നിർണായക കൂടിക്കാഴ്ച നടക്കാൻ പോവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നിർണായക ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. കഴിഞ്ഞ 16 മാസത്തിനിടയിലെ ഇരുവരുടെയും ആദ്യ നേരിട്ടുള്ള കൂടിക്കാഴ്ചയാണ് നടക്കാൻ പോകുന്നത്. ഇന്ത്യ അമേരിക്ക ബന്ധത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും വിവിധ മേഖലകളിലെ സഹകരണം വിപുലീകരിക്കുന്നതിനും ഈ കൂടിക്കാഴ്ച നിർണായകമാകും എന്നതാണ് വിലയിരുത്തൽ. ഇന്ത്യൻ സമയം 6:15 കൂടിയാണ് ഈ കൂടിക്കാഴ്ച നടക്കുക. അപ്പോൾ ഏതാണ്ട് അരമണിക്കൂർ മാത്രമാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ഇനി അവശേഷിക്കുന്നത്. അപ്പോൾ G7 ഉച്ചകോടിയിൽ ലോക നേതാക്കളുമായി തുടർച്ചയായ കൂടിക്കാഴ്ചകൾ നടത്തി ഇന്ത്യയുടെ നയതന്ത്ര ശക്തി വീണ്ടും തെളിയിക്കുകയാണ് പ്രധാനമന്ത്രി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മളത് കാണുന്നു. ബ്രിട്ടൻ, കാനഡ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ നേതാക്കളുമായി നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെയാണ് ട്രംപുമായുള്ള കൂടിക്കാഴ്ച നടക്കാൻ പോകുന്നത്. വ്യാപാര കരാർ, ഊർജ്ജ സുരക്ഷ, പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യം, ഹോർമുസ് കടലിടുക്കിലെ സ്ഥിതിഗതികൾ തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകൾ പ്രധാനമായും ഇടം പിടിക്കുമെന്നതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ദീർഘകാല ഊർജ്ജ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും വ്യാപാര സഹകരണം പുതിയ ഉയരങ്ങളിലെത്തിക്കുന്നതിനുമുള്ള നീക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഇന്ത്യ അമേരിക്ക തന്ത്രപ്രധാന പങ്കാളിത്തത്തിന് ഈ കൂടിക്കാഴ്ച പുതിയ ദിശ നൽകുമെന്ന പ്രതീക്ഷയും ഒക്കെ ഉയരുന്നുണ്ട്. എന്തൊക്കെയാണ് ചർച്ചാ വിഷയങ്ങളെന്ന് നോക്കിയാൽ സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖലകൾ, കൃത്രിമ ബുദ്ധി, നിക്ഷേപ പങ്കാളിത്തങ്ങൾ, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവ ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ചർച്ചയാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്നലെ ട്രംപിനെ ഇരുത്തിക്കൊണ്ട് ഇന്ത്യയുടെ ചില ആശങ്കകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രകടിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. G7 ഉച്ചകോടിക്കിടെ ആഗോള കടൽ സുരക്ഷാ വിഷയത്തിൽ ഇന്ത്യയുടെ ആശങ്ക ശക്തമായി തന്നെ പ്രധാനമന്ത്രി ഉന്നയിച്ചു. സമുദ്രപാതകളിൽ നടക്കുന്ന ആക്രമണങ്ങളും സുരക്ഷാ ഭീഷണിയും
വിവിധ രാജ്യങ്ങളുടെ വ്യാപാരത്തെയും സാമ്പത്തിക സംവിധാനങ്ങളെയും ബാധിക്കുന്നുണ്ട് എന്ന കാര്യം മോദി ചൂണ്ടിക്കാട്ടി. ഇത്തരം സംഭവങ്ങളുടെ ആഘാതം ഇന്ത്യക്കും നേരിട്ട് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യൻ പൗരന്മാരെ ബാധിച്ച കടൽ സുരക്ഷാ പ്രശ്നങ്ങളുടെ ഗൗരവം അദ്ദേഹം ലോക നേതാക്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ലോകവ്യാപകമായി കടൽ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളും ആക്രമണങ്ങളും സംബന്ധിച്ച ചർച്ചകൾക്കിടയിലായിരുന്നു രാജ്യത്തിന്റെ നിലപാട് മോദി അവിടെ വിശദീകരിച്ചത്. ഒമാൻ തീരത്തിന് സമീപം US ആക്രമണത്തിൽ ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിലായിരുന്നു ഇതിൽ മോദി പ്രതികരിക്കുന്നില്ല എന്നത് വലിയ രാഷ്ട്രീയ വിവാദമായിരുന്നു. രാഹുൽ ഗാന്ധി ആവർത്തിച്ച് ആ കാര്യങ്ങളിൽ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ആ വിഷയത്തിലാണ് ഇപ്പോൾ ട്രംപിനെ ഇരുത്തിക്കൊണ്ട് മോദി സംസാരിപ്പിച്ചത്, ആ കാര്യം പരാമർശിച്ചത്. ട്രംപിനെ കൂടാതെ മറ്റ് രാഷ്ട്രത്തലവന്മാരും ഉണ്ടായിരുന്ന ഒരു വേദിയിലായിരുന്നു മോദിയുടെ ഈ പരാമർശങ്ങൾ. എണ്ണ, ഭക്ഷ്യവസ്തുക്കൾ, വ്യാവസായിക ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ആഗോള വിതരണ ശൃംഖലയിൽ കടൽപാതകൾ നിർണായകമാണ് എന്ന കാര്യം അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ആഗോള സുരക്ഷ എന്നത് കരയിലോ അതിർത്തികളിലോ മാത്രം ഒതുങ്ങുന്ന വിഷയമല്ലെന്നും സമുദ്ര സുരക്ഷയും അതിന്റെ പ്രധാന ഭാഗമാണ് എന്നതും മോദി ചൂണ്ടിക്കാട്ടി. കടൽ മേഖലകളിലെ ഭീഷണികളെ നേരിടാൻ രാജ്യങ്ങൾ തമ്മിലുള്ള വിവര കൈമാറ്റവും സുരക്ഷാ സഹകരണവും കൂടുതൽ ശക്തമാക്കേണ്ടതുണ്ട് എന്ന കാര്യം കൂടിയാണ് അദ്ദേഹം അവിടെ സൂചിപ്പിച്ചത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷ സാഹചര്യങ്ങൾക്കിടയിൽ ഇന്ത്യ സമാധാനത്തിന്റെയും സ്ഥിരതയുടെയും പക്ഷത്താണ് എന്ന കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിച്ചു. എന്തായാലും ട്രംപുമായി മോദി കൂടിക്കാഴ്ച നടത്താനിരിക്കെയാണ് ഉച്ചകോടിയിലെ ഈ പരാമർശം എന്നത് വളരെ ശ്രദ്ധേയമായിരുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന് പുറമെ ഇന്ത്യ അമേരിക്ക വ്യാപാര കരാർ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകും ഇന്ന് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അമേരിക്ക ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയ അധിക തീരുവകളെ ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു. എങ്കിലും സമീപകാല ചർച്ചകളിൽ ചില പുരോഗതി കൈവരിച്ചതായി അമേരിക്കൻ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. G7 ഉച്ചകോടിക്കിടെ എന്തായാലും അന്തിമ വ്യാപാര കരാർ പ്രഖ്യാപിക്കാൻ സാധ്യത കുറവാണെങ്കിലും അത് ഒരു ധാരണയിലേക്ക് എത്തിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇടക്കാല വ്യാപാര കരാറിന്റെ ഭാഗമായി ഇന്ത്യ പ്രത്യേക തീരുവ ഇളവുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ട്രംപിന്റെ സമീപനം എന്ത് എന്നതുകൂടി അറിയാൻ കഴിയും. മോദി മൈ ഫ്രണ്ട് എന്നത് എപ്പോഴും ട്രംപ് പറയുന്ന കാര്യമാണ്. എന്നാൽ ആ ബന്ധത്തിൽ ചില വിള്ളലുകൾ കഴിഞ്ഞ കാലങ്ങളിൽ വീണിട്ടുണ്ട്. അതിന്റെ പ്രതിഫലനം കൂടി G7 ഉച്ചകോടിക്കിടെ ഉണ്ടാവുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള കൂടിക്കാഴ്ചയെ രാജ്യം ഉറ്റുനോക്കുമ്പോഴാണ് പതിവിന് വിപരീതമായി ഇരുവരും തമ്മിൽ ഹസ്തദാനത്തിലും ചെറുചിരിയിലും ആ കൂടിക്കാഴ്ചയുടെ സ്വാഗതം പറയൽ ഒതുങ്ങുന്നത് നമ്മൾ കണ്ടത്. സാധാരണയായി ഇരുവരും തമ്മിൽ ആലിംഗനം ചെയ്തായിരുന്നു പരസ്പരം സ്വാഗതം ചെയ്തിരുന്നത്. എന്നാൽ അതിന് വിപരീതമായിരുന്നു ഇന്നലത്തെ കാഴ്ചകൾ. ഇരുവർക്കുമിടയിലുണ്ടായ സൗഹൃദ ചിഹ്നമായ മോദി ട്രംപ് ഹഗ് ഉണ്ടായില്ല എന്നത് ഏറെ ശ്രദ്ധേയമായി. ട്രംപ് ഇരിക്കുന്നിടത്തേക്ക് മോദി എത്തുകയും ഹസ്തദാനം ചെയ്ത് ചിരിച്ച ശേഷം ചെറു സംഭാഷണത്തിൽ കാര്യങ്ങൾ ഒതുക്കി അവരവരുടെ സീറ്റിലേക്ക് മടങ്ങുകയായിരുന്നു. ഗ്രൂപ്പ് ഫോട്ടോയിലും ഇരുവർക്കുമിടയിലെ വിടവ് വ്യക്തമായിരുന്നു. പരസ്പരം അകലം പാലിക്കാൻ ഇരുവരും ശ്രദ്ധിക്കുന്നത് പോലെയാണ് ആ ഫോട്ടോ സെഷനിലും കാര്യങ്ങൾ പ്രകടമായിരുന്നത്. മോദിയുടെ തൊട്ടടുത്തുകൂടി ട്രംപ് നടന്നു പോകുന്നതും കാണാം. സമൂഹ മാധ്യമങ്ങളിൽ ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ വ്യക്തമായ അകൽച്ച എന്ന രീതിയിൽ വലിയ ചർച്ചകൾ കൂടി നടക്കുന്ന ഒരു ഘട്ടമാണ്. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂർ, തീരുവ യുദ്ധം, ഒമാൻ തീരത്തെ കപ്പലിന് നേരെ US നടത്തിയ ആക്രമണത്തിൽ ഇന്ത്യക്കാർ കൊല്ലപ്പെട്ടതടക്കമുള്ള സാഹചര്യങ്ങൾ നിലനിൽക്കെ ഇരുവരും തമ്മിൽ കൂടിക്കാഴ്ച നടക്കുന്നു. 2025 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി വാഷിംഗ്ടൺ സന്ദർശിച്ചതിന് ശേഷം ഇപ്പോൾ ആണ് ഇരുവരും തമ്മിൽ ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരം ഒരുങ്ങുന്നത്. വ്യാപാര കരാർ ഉൾപ്പെടെ നമുക്ക് നിർണായകമാണ്. ഇരു രാഷ്ട്രങ്ങളും പരസ്പരം സഹകരിച്ചു പോകേണ്ടവരാണ്. അതിനുള്ള വഴി തുറക്കുമോ എന്നതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. എന്തായാലും കൂടിക്കാഴ്ച 6:15-നാണ്. അതിന്റെ വിവരങ്ങൾ തുടർന്നുള്ള നിമിഷങ്ങളിൽ അറിയാം. ഇനി അടുത്ത ഫോക്കസിലേക്ക്. ലോകകപ്പ് കിരീടം നിലനിർത്താനുള്ള പോരാട്ടത്തിൽ അർജന്റീനയ്ക്ക് തകർപ്പൻ തുടക്കമാണ്. കാൻസസ് സിറ്റിയിലെ ആരോഹെഡ് സ്റ്റേഡിയത്തിൽ നടന്ന ആവേശകരമായ പോരാട്ടത്തിൽ ക്യാപ്റ്റൻ ലയണൽ മെസ്സിയുടെ ഹാട്രിക് മികവിൽ അർജന്റീന എതിരില്ലാത്ത 3 ഗോളുകൾക്ക് അൾജീരിയയെ പരാജയപ്പെടുത്തി. മെസ്സിയുടെ കരിയറിലെ മറ്റൊരു സുവർണാധ്യായത്തിനാണ് കാൻസസ് സിറ്റി സാക്ഷ്യം വഹിച്ചത്. കളിയുടെ 17, 60, 76 മിനിറ്റുകളിലായിരുന്നു മെസ്സി സ്കോർ ചെയ്തത്. മെസ്സിയുടെ കരിയറിലെ ആദ്യ ലോകകപ്പ് ഹാട്രിക്കാണ് ഇന്ന് പിറന്നത്. ഈ മത്സരത്തിൽ കളത്തിലിറങ്ങിയതോടെ 6 വ്യത്യസ്ത ലോകകപ്പുകളിൽ കളിക്കുന്ന ലോകത്തിലെ ആദ്യ പുരുഷ താരം എന്ന റെക്കോർഡ് 38-കാരനായ മെസ്സി സ്വന്തമാക്കിയിരിക്കുകയാണ്. ആദ്യ ഗോൾ നേടിയ ശേഷം മെസ്സി പൊട്ടിക്കരഞ്ഞു.
കളിക്ക് ശേഷം താരം അതിൻ്റെ കാരണവും വെളിപ്പെടുത്തി. അത് ഫുട്ബോളുമായി ബന്ധപ്പെട്ട കാര്യമല്ല എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. താൻ വലിയ സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു എന്നത് അദ്ദേഹം സൂചിപ്പിക്കുന്നു. അതിൻ്റെ ഭാഗമായിരുന്നു ആ വൈകാരികമായ നിമിഷം എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും എന്താണ് തൻ്റെ മനസ്സിനെ ഉലച്ചു കളഞ്ഞതെന്ന് അദ്ദേഹം വെളിപ്പെടുത്താൻ തയ്യാറായില്ല. വിഷമകരമായ സമയത്തും ടീം ഒന്നടങ്കം തനിക്കൊപ്പം നിന്നുവെന്നും അതിൽ തനിക്ക് നന്ദിയുണ്ട് എന്നും കൂടി മെസ്സി കൂട്ടിച്ചേർത്തു. താൻ നന്നായി കളിക്കാനും നന്നായിരിക്കാനും തൻ്റെ ടീം ഒന്നടങ്കം പരിശ്രമിച്ചു. അവരോടെല്ലാം താൻ കടപ്പെട്ടിരിക്കുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ആരാധകർക്ക് പ്രതീക്ഷിച്ചതിലും ഏറെയാണ് മെസ്സി സമ്മാനിച്ചത്. ഇനിയും ഒരു കപ്പ് എന്ന പ്രതീക്ഷ കൂടി സജീവമായിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം സന്തോഷ് ട്രോഫി മുൻ താരം മിഥുൻ വെൽവെറ്റ് തത്സമയം ചേരുകയാണ്. സ്വാഗതം ശ്രീ മിഥുൻ. നമസ്കാരം. നമ്മൾ അർജന്റീനയെ സംബന്ധിച്ച് അവർ ലോകകപ്പ് നേടി കഴിഞ്ഞ ലോകകപ്പ് വിജയികളായിരുന്നു. മെസ്സിക്കൊരു വേൾഡ് കപ്പ് ജയത്തോടുകൂടി കരിയർ അവസാനിപ്പിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും കഴിഞ്ഞ തവണ ഒരുങ്ങി. അതുകൊണ്ട് തന്നെ സമ്മർദ്ദങ്ങളില്ലായിരുന്നു. മെസ്സിക്കും ആ സമ്മർദ്ദങ്ങൾ ഒന്നുമില്ലായിരുന്നു. പക്ഷേ കളിയിൽ പ്രതീക്ഷിച്ചതിലും അധികമാണ് ലഭിച്ചത്. ഇത്രയൊന്നും ഒരു അർജന്റീനൻ ആരാധകരും പ്രതീക്ഷിച്ചിരുന്നില്ല, ഒരു മെസ്സി ആരാധകരും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ പ്രതീക്ഷിച്ചതിലധികമാണോ മെസ്സി ഇന്ന് സമ്മാനിച്ചത് എല്ലാവർക്കും? തീർച്ചയായും ഒരു അർജന്റീനൻ ആരാധകർ എന്നതിന് പുറമെ ഒരു ഫുട്ബോൾ ആരാധകർക്ക് വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതായത് എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഒരു പ്ലെയർ, അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു പ്ലെയറായ ലയണൽ മെസ്സിനെ എല്ലാവരും ഈ മത്സരത്തെ എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ആ സമ്മർദ്ദം തീർച്ചയായിട്ടും കളിയിലൂടെ ഉടനീളം അദ്ദേഹത്തിന് ഉണ്ട് താൻ. എന്നിട്ടും ആ പ്ലെയർ തന്നെ ആ ഗോളുകൾ സ്കോർ ചെയ്യുക എന്നത് വളരെ വളരെ ആരാധകർ വളരെ നോക്കിക്കണ്ട സ്വപ്നങ്ങളിൽ ആരാധകർ ചിന്തിച്ചെടുത്ത കാര്യങ്ങൾ തന്നെയാണ് ഈ മത്സരത്തിലൂടെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. 1 ഗോളല്ല, 2 ഗോളല്ല, 3 ഗോൾ. അതും സ്വന്തം അർജന്റീനയുടെ തന്നെ സ്വന്തം മെസ്സി നേടുക എന്നതിൽ പരം വേറൊരു ചരിത്ര മുഹൂർത്തം വേറെ ഒന്നും ആരാധകർക്ക് ഇനി കിട്ടേണ്ടതില്ല. അത്രയ്ക്ക് ആദ്യ മത്സരം തന്നെ വളരെ മികച്ചൊരു മത്സരമാക്കി അതിലെ വേൾഡ് കപ്പ് വീണ്ടും ഞങ്ങൾ സ്വന്തമാക്കും എന്നൊരു അടിക്കുറിപ്പോടുകൂടിയാണ് ഈ ഒരു മത്സരം അവസാനിച്ചിരിക്കുന്നത്. തീർച്ചയായും ഈ കളി കഴിഞ്ഞതിന് ശേഷം എന്താണ് ഒരു വാക്ക്, എന്താണൊന്ന് സമൂഹ മാധ്യമത്തിൽ കുറിക്കുക എന്ന് ആലോചിക്കുമ്പോൾ കുറച്ചു നേരം ഒന്നും കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒന്നും മതിയാകുന്നില്ല എന്നൊരു തോന്നലായിരുന്നു എനിക്ക്. അപ്പോൾ ആ നിലയിൽ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ള ഗോട്ട് അല്ലെങ്കിൽ ഇതിഹാസം, മിശിഹ, ആ വാക്കുകളൊന്നും പോരെ എന്ന് തോന്നിപ്പോയി. 2 ദശാബ്ദം മുൻപാണല്ലോ അദ്ദേഹം ആദ്യ ഗോൾ ലോകകപ്പിൽ നേടുന്നത്. ഇപ്പോൾ 39-ാം വയസ്സിൽ ഹാട്രിക് എന്ന ആ സ്വപ്നം കൂടി നേടിയിരിക്കുകയാണ്. എങ്ങനെയാണ് താങ്കൾ അതിനെ നോക്കിക്കാണുന്നത്? അത് നൽകുന്ന ഒരു മെസ്സേജ് എന്താണ്? അതായത് ഈ മത്സരം അദ്ദേഹത്തിന്റെ 200ാമത്തെ ഇന്റർനാഷണൽ മാച്ചാണ് ആക്ച്വലി ഇത്. അതിൽ തന്നെ ഹാട്രിക് നേടുക എന്ന് പറയുന്നത് ഒരു പൊൻതൂവൽ, കിരീടത്തിന് മേലെ ഒരു പൊൻതൂവൽ വെക്കുക എന്നത് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന. അല്ലെങ്കിൽ നമ്മുടെ ക്രിക്കറ്റിലാണെങ്കിൽ സച്ചിൻ തെണ്ടുൽക്കർ സെഞ്ചുറി അടിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ഫീല് തന്നെയാണ് നമുക്ക് ഇതുപോലെ ലെജൻസ് ഗോൾ അടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. അതായത് അവർ ഗോൾ അടിക്കുന്നതിലൂടെ, അതായത് ഇത് മേ ബി അവരുടെ ലാസ്റ്റ് വേൾഡ് കപ്പ് ആയിരിക്കാം, പല മികച്ച താരങ്ങളുടെയും ലാസ്റ്റ് വേൾഡ് കപ്പായി മാറാം ഈ ഒരു വേൾഡ് കപ്പ്. അത് വളരെ സവിശേഷതയുള്ള ഒരു ടൂർണമെന്റ് ആണിത്. അപ്പോ ആ ടൂർണമെന്റിൽ തങ്ങളുടെ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിയുക എന്നത് ഇത്രയും നാളത്തെ അവരുടെ കരിയറിന് വളരെ വലിയൊരു പൊൻതൂവൽ നൽകുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും. അവരുടെ ഏറ്റവും അധികം എന്താ പറയാ, അവരുടെ മാനസികമായ അല്ലെങ്കിൽ വൈകാരികമായ നിമിഷങ്ങളിലൂടെ ആയിരിക്കും അവർ കടന്നു പോവുക. ഓരോ മാച്ചും തങ്ങളുടെ ഓരോ മാച്ചും ഇത് അവസാന മത്സരമായിരിക്കും എന്നൊരു ഇത്രയും നാൾ ഫുട്ബോളിനെ ചേർത്ത് പിടിച്ചിട്ട് അതിൽ നിന്ന് അവർ വിരമിക്കുന്ന ആ ഒരു ടൂർണമെന്റ് എന്ന് പറയുന്നത് ഏറ്റവും അവർക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു മത്സരങ്ങളായിരിക്കും ഓരോ മത്സരവും അവർ കാണുന്നത്. അതിൽ ഗോൾ അടിക്കുക, തങ്ങളുടെ പ്രകടനം വളരെ നല്ല രീതിയിൽ കാഴ്ചവെക്കുക എന്നൊക്കെ പറയുന്നത് അതൊരു സ്വപ്ന സാക്ഷാത്കാരം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ മെസ്സി
അത്രയും ഒരു ഗോൾ അദ്ദേഹം എത്ര ഗോൾ അടിച്ചിട്ടുണ്ട്, അദ്ദേഹം എത്ര ഹാട്രിക് നേടിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന്റെ ആ കണ്ണുനീർ അതിന്റെ സാക്ഷിയാണ്. തീർച്ചയായും. ഇപ്പോൾ ഈ അർജന്റീനൻ ടീമിന്റെ അംഗങ്ങൾ മുഴുവൻ മെസ്സിക്ക് വേണ്ടി ഇങ്ങനെ അണിനിരക്കുന്നതാണ് നമ്മൾ ഈ കളിയിലുടനീളം കണ്ടത്. ഒരു ടീം എന്ന നിലയിൽ എങ്ങനെയാണ് ഈ പെർഫോമൻസിനെ നോക്കിക്കാണുന്നത്? ഈ വേൾഡ് കപ്പ് നിലനിർത്തുക എന്നത് എത്രമാത്രം സാധ്യമാണ്? അതിനുള്ള പ്രതീക്ഷകൾ എത്രമാത്രം നൽകുന്നുണ്ട് ഇന്നത്തെ ഈ കളി? ഈ മത്സരത്തിൽ എന്നല്ല, എല്ലാ മത്സരങ്ങളിലും അതായത് അവർക്ക് വളരെ മികച്ച ഒരു ടീം തന്നെയുണ്ട്. പക്ഷെ എന്നിരുന്നാൽ കൂടി അവരുടെ ഒത്തിണക്കം അത് മെസ്സിയിൽ എത്തുമ്പോൾ മാത്രമേ അതൊരു പൂർണ്ണതയിലെത്തുള്ളൂ. അവരുടെ ടീമിന്റെ ഗോൾ സ്കോറിങ്ങിലായാലും അത് പാസിങ്ങിലായാലും ഒരു അസിസ്റ്റിലായാൽ പോലും മെസ്സിയുടെ ഒരു ഇൻവോൾവ്മെന്റ് ആ ഒരു മൂമെന്റിൽ ഉണ്ടാവണം. അതിനു വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. ഇപ്പോൾ റോഡ്രിഗോ ഡീപോൾ ആയാലും അലക്സിസ് മാക്സ് ആലിസ്റ്റർ ആയാലും ബോൾ കിട്ടിയത് ഉടനെ തന്നെ മെസ്സിനെ ഫോക്കസ് ചെയ്യുന്ന ഒരു രീതിയാണ്. അത് ആ ഒരു ഫോക്കസ് കറക്റ്റ് ആയിരുന്നു. ആ ഫോക്കസിനെ മറികടക്കാനായിട്ട്, ആ ഫോക്കസിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് അൾജീരിയൻ പ്ലേയേഴ്സിനും ഡിഫൻസിനും സാധിച്ചില്ല എന്നതാണ് അവരുടെ ഏറ്റവും വലിയ ഒരു എന്താ പറയാ, അവരുടെ ഏറ്റവും വലിയ ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നത്. അതായത് അവരിൽ നിന്നും മിഡ്ഫീൽഡിൽ നിന്നും വിങ്ങിൽ നിന്നുമൊക്കെ മെസ്സിക്ക് ബോൾ കിട്ടുന്ന രീതിയിലുള്ള പാസുകൾ ഒരുപക്ഷെ ഡിഫെൻഡ് ചെയ്തിരുന്നെങ്കിൽ അൾജീരിയക്ക് കുറച്ചുകൂടെ ആധിപത്യം അർജന്റീനയ്ക്ക് മേൽ നേടാവുന്നതായിരുന്നു. പക്ഷെ അത് അവർക്ക് പറ്റിയില്ല. പക്ഷെ നമ്മുടെ ഒരു ടീം വർക്ക് അത് മെസ്സിയിലൂടെ ഫോക്കസ് ചെയ്ത് ആ മെസ്സി തന്നെ വീണ്ടും ഗോൾ ഒരു ഒൺമാൻ ഷോ എന്ന പോലെ ഒരു ഗോൾ സ്കോർ ചെയ്യുക. അതും വളരെ മനോഹരമായ ഫസ്റ്റ് ഗോൾ, വളരെ മനോഹരം. അതിലും മനോഹരമായ 3 ഗോളുകൾ. അതെ, 3 മനോഹരമായ ഗോളുകളാണ്. അത് എന്തായാലും ആരാധകരൊക്കെയും പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു. ഓരോ ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചും വലിയ എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു മത്സരം എന്ന് തന്നെ പറയാം. വളരെ നന്ദി ഞങ്ങളോട് സംസാരിച്ചതിന് ശ്രീ മിഥുൻ വെൽവെറ്റ്. നമ്മുടെ നേരം വൈകുന്നേരത്തിന്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം ലൈവ് at 6 കാണാം. എല്ലാ പ്രേക്ഷകർക്കും നന്ദി.